രാജശ്രീ ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് മുട്ടക്കറിയാണ്. വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുട്ടക്കറിക്ക് ആവശ്യമായ 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് വാടിയ ശേഷം സവാള ചേർക്കാം. ഇനി സവാള ചേർക്കാം. ഉപ്പ് ചേർക്കാം. അല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം. അല്പം ഒന്ന് വാടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വാടി വരണം. കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയുടെ മണം ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക് പൊടിയാണ്, 3/4 സ്പൂൺ മല്ലിപ്പൊടി. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലാക്കി ലേശം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കടുക് താളിച്ചെടുക്കാം. ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില. ഇനി അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വഴറ്റിയപ്പോൾ ടൊമാറ്റോ ചേർത്തിട്ടില്ല, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, കാൽ സ്പൂൺ ഏലക്കാപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി, കറി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണ്. 1/4 സ്പൂൺ ഉപ്പിടാം. നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ സമയം ഒന്ന് അടച്ചു വയ്ക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇറക്കി വയ്ക്കാം. വളരെ ടേസ്റ്റിയായ മുട്ടക്കറിയാണിത്. നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.